ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ വല്യമ്മ ഇങ്ങനെ പറയും, എല്ലാ അവകാശവും നഷ്ടപ്പെട്ടിട്ടും അവളുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല എന്നൊക്കെ പറയും. അപ്പോൾ മോഹിനി പറയും, ഇവൾക്ക് വേറെ ആരുമായ ബന്ധമുണ്ട്, അതിൻ്റെയാണ് ഈ ചാട്ടം എന്നൊക്കെ. അപ്പോൾ വല്യമ്മ പറയും, ആ എനിക്ക് തോന്നി ആരുടെയൊക്കെ കൂടെ ചേർന്ന് ഇവൾ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ എന്ന് പറയും. അപ്പം നന്ദ പറയും, ജീവിതം തന്നെ ഒരു ഗൂഢാലോചനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചത് നിങ്ങളാണ് വല്യമ്മേ. നിങ്ങളാണ് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഈ നിലപാടുകളാണ് പറയും. നിങ്ങളിപ്പോൾ ലക്ഷ്മിയമ്മ കൊണ്ടുവന്ന ഭക്ഷണം പോലും ഞങ്ങൾക്ക് തരാൻ അനുവദിച്ചില്ല. തീർച്ചയായും ഒരിക്കൽ നിങ്ങൾ ഇതിനു വേണ്ടി വില പറയേണ്ടി വരും വല്യമ്മേ എന്നൊക്കെ നന്ദ പറയും. നന്ദ വല്യമ്മോട് എന്നിട്ട് പറയും, ഈ ഒരു ദിവസം ജീവിതത്തിൽ കുറിച്ചു വെച്ച വല്യമ്മ നിങ്ങൾ ഓർത്തിരിക്കേണ്ടി വരും, നിങ്ങൾ എഴുതി വെച്ച വല്യമ്മ എന്നൊക്കെ പറയും. അപ്പോൾ വല്യമ്മ പറയും, നിന്റെ ഈ വ്യാമോഹം കൊള്ളാം. ഉയരത്തിൽ പറക്കാൻ നിനക്ക് സ്വപ്നം കാണാം, പക്ഷേ പറക്കാൻ ശ്രമിച്ച നിലത്തേക്ക് വീഴും. കാരണം നിന്റെ ചിറകിന് അത്ര പ്രാപ്തിയില്ല നന്ദയെ പറയും. അപ്പം നന്ദ പറയും, ഉയരത്തിൽ പറക്കാൻ ചിറകുകൾ മാത്രം പോരാ വല്യമ്മേ, അതിന് ആത്മവിശ്വാസം കൂടി വേണം. അത് മനസ്സിലാക്കാൻ വേണ്ടത് വല്യമ്മയ്ക്ക് ഇല്ലാത്ത ഒന്നാണ്, വിവേകം. ഇത് കേൾക്കുന്ന വല്യമ്മയ്ക്ക് ദേഷ്യം വരും. എല്ലാവരും നോക്കുന്നു. എന്നിട്ട് വല്യമ്മ ദേഷ്യത്തിൽ മോഹിനി പോടും. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? കയറിപ്പോകത്ത്. ലക്ഷ്മി നിന്നോട് കൂടിയാ പറഞ്ഞത്, കയറിപ്പോ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, ഏടത്തി ഞാൻ ഈ ഫുഡൊന്ന് കൊടുത്തോട്ടെ പറയും. കയറിപ്പോവാനാ നിന്നോട് പറഞ്ഞതെന്നൊക്കെ വല്യമ്മ പറയും. ഇത് കേൾക്കുന്ന ലക്ഷ്മി സങ്കടത്തോടെ അകത്തേക്ക് പോകും. എന്നിട്ട് വല്യമ്മ നന്ദയെ നോക്കിയിട്ട് വാതിലിങ്ങനെ അടയ്ക്കും. എന്നിട്ട് പുച്ഛത്തോടെ ഇങ്ങനെ നോക്കും. അപ്പം നന്ദയ്ക്ക് വിഷമമായിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ കാണിക്കുന്നത് ഗൗതം റൂമിൽ തലേണൊക്കെ നോക്കിയിട്ട് ആകെ സങ്കടത്തോടെ നിൽക്കും. എന്നിട്ട് ആ തലോണൊക്കെ വലിച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇടും. ഇത് കാണുന്ന പിങ്കി ഓടി വന്നിട്ട്, ഗൗതം എന്താ ഈ കാണിക്കുന്നത്? നന്ദയോടുള്ള ദേഷ്യം തലയോണയോടാണോ കാണിക്കുന്നതെന്നൊക്കെ പറയും. എന്നിട്ട് പിങ്കി പറയും, ഒരാവശ്യമില്ലാതെ തലയിൽ കയറ്റി വെച്ച ചുമടായിരുന്നു നന്ദ എന്ന് ഇപ്പം തോന്നുന്നുണ്ടല്ലേ? ഒടുവിൽ അത് പ്രണയത്തിൻ്റെ വക്കിലെത്തി എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഗൗതം പറയും, പ്ലീസ് ആ ടോപ്പിക്ക് വിട്ടേക്ക്, എനിക്കത് കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. എൻ്റെ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ചെയ്യലും അവൾക്ക് പറ്റില്ലേ. എനിക്ക് സഹതാപം മാത്രമാണ് അവളോട് എന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയും. അതും ഇന്നത്തോടു കൂടി തീർന്നു. ഇപ്പം അതിനെക്കുറിച്ച് ഓർക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. നന്ദയെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഗൗതം പറയും. ഇത് കേൾക്കുന്ന പിങ്കിക്ക് സന്തോഷമാവും. എന്നിട്ട് പിങ്കി പറയും, ഇപ്പോഴെങ്കിലും അവളുടെ തനിനിറം മനസ്സിലായത് ദൈവാധീനമുള്ളത് കൊണ്ടാ. ഇത്രയൊക്കെ ആയിട്ടും അവളെ ന്യായീകരിക്കാനാ ലക്ഷ്മി അമ്മയ്ക്ക് തിടുക്കം. അതിന് കൂട്ട് പ്രിയേച്ചിയും. സത്യത്തിൽ നന്ദ കാട്ടിക്കൂട്ടിയ ധിക്കാരത്തിൻ്റെ കൂട്ടുപ്രതി ഗൗതത്തിൻ്റെ അമ്മയും കൂടിയാണ്. അമ്മ സപ്പോർട്ട് നിൽക്കുന്നത് കൊണ്ടല്ലേ നന്ദ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയും. ഗൗതം പിങ്കിയെ നോക്കുന്നുണ്ട്. പിങ്കി പറയുന്നുണ്ട്, അന്യായത്തിന് കൂട്ടു നിൽക്കുന്നതും കുറ്റവാളി തന്നെയാണെന്ന് പിങ്കി പറയും. അപ്പോൾ ഗൗതം പറയും, എനിക്കറിയാവുന്ന അമ്മയെ പറ്റി എനിക്ക് ക്ലാസ് എടുക്കേണ്ട. എൻ്റെ അമ്മയെ എൻ്റെ മുഖത്ത് നോക്കി കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാനത് സഹിക്കില്ല. അത് ആരായാലും ആയിരത്തിൽ എനിക്ക് എൻ്റെ പെറ്റമ്മ തന്നെയാണ്, ദൈവം തന്നെയാണെന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയും. അപ്പോൾ പിങ്കി പറയും, സോറി ഗൗതം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എപ്പോഴത്തെ ഫീലിങ്സിൽ ഞാൻ പറഞ്ഞതാന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, ശരി എന്നൊക്കെ പറയും. എന്നിട്ട് പിങ്കി പറയും, ഞാനിപ്പോൾ വന്നത് ഗൗതം ഫുഡ് കഴിച്ചില്ലല്ലോ, അതോ നന്ദയോടുള്ള ദേഷ്യം അടങ്ങുന്നത് വരെ പട്ടിണി കിടക്കാനാണോ നിന്റെ പ്ലാൻ എന്നൊക്കെ പിങ്കി ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, എന്തിന്? ആ അടഞ്ഞ അധ്യായം ഓർത്ത് ഞാൻ എന്തിനെ പട്ടിണി കിടക്കണം? അമ്മയോട് നീ ഫുഡ് എടുത്ത് വെക്കാൻ പറ. അപ്പോൾ പിങ്കി പറയും, ഞാനും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഗൗതം. നീ കഴിച്ചിട്ട് കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാ, നമുക്ക് ഒപ്പം ഇരിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, ഞാൻ താഴേക്ക് വരാൻ പറയും. അപ്പോൾ പിങ്കി പറയും, വേണ്ട, നമുക്ക് 2 പേർക്കുള്ള ഫുഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. അപ്പോൾ ഗൗതം പറയും, ഇങ്ങോട്ടോ എന്തിനെ ചോദിക്കും. അപ്പോൾ പിങ്കി പറയും, താഴെ വന്നാൽ നന്ദയുമായുള്ള പ്രശ്നം ആരെങ്കിലും എടുത്തിടും. ഗൗതം വീണ്ടും അപ്സെറ്റ് ആവും, ഭക്ഷണം കഴിക്കില്ല, അതുകൊണ്ടാ പറയും. അപ്പോൾ ഗൗതം പറയും, അതൊന്നും വരില്ല, സാരമില്ല പറയും. അപ്പോൾ പിങ്കി പറയും, സാരമുണ്ട്, നമുക്കുള്ള ഫുഡ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ പറയും. അപ്പോൾ ഗൗതം പറയും, നമ്മൾ രണ്ടാളും ഈ റൂമിൽ ഒരുമിച്ചിരിക്കാനോ? അത് ശരിയല്ല പറയും. അപ്പോൾ പിങ്കി പറയും, അതെന്താ ശരിയാവാത്തത് പറയും. ഒരു നല്ല സുഹൃത്തായിട്ട് പോലും പറ്റാത്ത നന്ദയ്ക്കൊപ്പം നീ ഫുഡ് കഴിക്കാറില്ലേ എന്നൊക്കെ പറയും. പിന്നെ എനിക്കെന്താ ഇത്ര അയിത്തം എന്നൊക്കെ പിങ്കി ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, അയിത്തമല്ല, വ്യത്യാസം, നന്ദയല്ല പിങ്കി. അപ്പോൾ പിങ്കി പറയും, എന്ന് വെച്ചാൽ? അപ്പോൾ ഗൗതം പറയും, ഞാൻ ആ പറഞ്ഞതിൽ തന്നെയില്ലേ എല്ലാം. അപ്പോൾ പിങ്കി ചോദിക്കും, ഗൗതത്തിന് ഞാനപ്പോൾ ഒരു അന്യ സ്ത്രീ ആയി അല്ലേ പറയും.
അപ്പോൾ എന്നിട്ട് പിങ്കി പറയും, ഗൗതം ഇനിയും എന്നെ അവഗണിക്കില്ലെന്ന്, പ്ലീസ്, ഇത് ക്രൂരതയാണ് ഗൗതം എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, അല്ല പിങ്കി, ഇതാണ് സത്യം, എൻ്റെ മനസ്സ് ഇപ്പോഴും ശൂന്യമാണ്. അവിടേക്ക് കയറിപ്പറ്റാൻ നന്ദയ്ക്ക് കഴിഞ്ഞില്ല. ആ ശൂന്യതയിലേക്ക് കയറിപ്പറ്റാൻ ഇനി പിങ്കിക്കും ആവില്ല അറിയും. പിങ്കിക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമാവും. ഗൗതം പറയും, കാരണം ഈ ജന്മം മുഴുവൻ നീ എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്, എൻ്റെ പ്രിയപ്പെട്ട അർജുൻ്റെ ഭാര്യ. അപ്പോൾ പിങ്കി പറയും, അർജുൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, അവനുമായുള്ള എൻ്റെ രക്തബന്ധം മരിക്കില്ലല്ലോ പറയും. പിങ്കി സങ്കടത്തോടെ റൂമിൽ നിന്നും പോകുന്നു. പിന്നെ കാണിക്കുന്നത് പിങ്കി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എനിക്കറിയാം ഗൗതം, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന്. അത് നീ തുറന്നു പറയാൻ മടിക്കുന്നത് കാരണം ഒന്നേ ഉള്ളൂ, അർജുനോടുള്ള നിങ്ങളുടെ സഹോദര സ്നേഹം. ആ കടമ്പ ഞാൻ അതിജീവിക്കും ഗൗതം എന്നൊക്കെ പറയും. അപ്പോഴാണ് അങ്ങോട്ട് വല്യമ്മ വരുന്നത്. വല്യമ്മ പറയും, പിങ്കി, നമ്മുടെ ഗൗതത്തിൻ്റെ അവസ്ഥ കണ്ടോ, അവൻ്റെ വിലപ്പെട്ട ജീവിതത്തെയാണ് ആ രാക്ഷസി താറുമാറാക്കിയത് എന്നൊക്കെ പറയും. അല്ല, അവളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്തിനാ, എല്ലാം അവൻ സ്വയം വരുത്തി വെച്ചതല്ലേ പറയും. അപ്പം മോഹിനി പറയും, ഗൗതം മോൻ്റെ മുഖം കാണുമ്പോൾ പാവം തോന്നുക പറയും. അപ്പോൾ വല്യമ്മ പറയും, അവനെ അങ്ങനെ നശിക്കാൻ വിട്ടുകൂടാൻ പറ്റുമോ, നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വീണ്ടെടുത്തേ പറ്റൂ എന്നൊക്കെ പറയും. അപ്പം മോഹിനി പറയും, അവനെ പഴയ ഗൗതമാക്കാനേ എല്ലാവരും ഒത്തു ശ്രമിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് വല്യമ്മ പറയും, ഇവിടെ ഉള്ളപ്പോൾ അവൻ അനാവശ്യമായ ചിന്തകളിലേക്ക് പറന്നു പോവാൻ പാടില്ല. അതിന് അവനെ സന്തോഷിപ്പിക്കണം. എപ്പോഴും നീ അവൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറയും. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം മോള് എന്നൊക്കെ പറയും. പിങ്കി ഹാപ്പി ആവും ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ മോഹിനി പറയും, അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ പുറത്തേക്കൊക്കെ പോകണം, അപ്പോഴൊക്കെ അവനൊരു ചേഞ്ച് വന്നോളും എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ വല്യമ്മ പറയും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും മോൾക്ക് വേണ്ട, മോൾ അപ്പോഴും അർജുൻ്റെ ഭാര്യയാണെന്നുള്ള ബോധം മോൾക്ക് വേണട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ കാണിക്കുന്നത് നന്ദയുടെ മാഷിനെയാണ്. നന്ദയുടെ മാഷ് നന്ദയെയും ആൻറ്റിയെയും കൂട്ടിയിട്ട് മാഷിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയി. സുഹൃത്തിൻ്റെ പേര് മായ എന്നാണ്. അപ്പം എന്നിട്ട് സാറ് മായയോട് പറയും, ഇതാണ് നന്ദ, ഇതാണ് ഇപ്പോഴത്തെ ഇവളുടെ അവസ്ഥ, അങ്ങനെ പറയും. അപ്പോൾ മായ പറയും, സാറ് കുട്ടികളെ ക്ലാസ് എടുക്കുന്ന പോലെയാണല്ലേ എന്നെ സാഹിത്യമൊക്കെ കലർത്തിയിട്ടാണ് പറയുന്നത്, ഇതിൻ്റെ ഒന്നും മുഖവരയുടെ ആവശ്യമില്ല എന്നൊക്കെ പറയും. നന്ദയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം, നന്ദയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, നന്ദയ്ക്ക് ഇവിടുന്ന് പോവണം എന്ന് പറയുമ്പോൾ മാത്രം ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറയും. എന്നിട്ട് മാഷ് പറയും, റെൻ്റ് കൃത്യമായിട്ട് നന്ദ തന്നോളും, അഥവാ നന്ദയ്ക്ക് തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നോളാം എന്നൊക്കെ മാഷ് പറയും. അപ്പം മായ പറയും, അതൊന്നും ഇപ്പം പറയണ്ടെന്നൊക്കെ പറയും. മായയ്ക്ക് ഞാൻ നന്ദയെ പരിചയപ്പെടുത്തി, ഇനി നന്ദയ്ക്ക് ഞാൻ മായയെ പരിചയപ്പെടുത്തി തരട്ടെ. മായ ഒറ്റപ്പാലംകാരിയ, ഇവിടെ സെക്രട്ടേറിയറ്റിലാണ് ജോലി, ഭർത്താവ് റെയിൽവേ ഉദ്യോഗസ്ഥനാ, ഇവർക്ക് കുട്ടികളില്ല. അപ്പോൾ മായ പറയും, എൻ്റെ ബയോഗ്രഫി മുഴുവനായല്ലോ മാഷേ എന്നൊക്കെ പറയും. അപ്പോൾ മാഷ് പറയും, വെറും ഒരു വാടകക്കാരിയായിട്ട് മാത്രം നീ കാണരുത് എന്ന് പറയും. അപ്പം മായ പറയും, എൻ്റെ ഒരു സ്വന്തം അനിയത്തിയെ പോലെ ഞാൻ കാണാമെന്ന് പറയും. എന്നിട്ട് പറയും, അപ്പം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് പോവും. എന്നിട്ട് ഈ മായ നന്ദയെയും ആൻറ്റിയെയും വിളിച്ചുകൊണ്ട് പോകും. റൂം കാണണ്ടേ പറഞ്ഞിട്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് റൂമിൽ വെച്ചിട്ട് അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ഇരുന്നിട്ട് നന്ദ ഇങ്ങനെ കരയും. എന്നിട്ട് നന്ദ പറയും, അച്ഛൻ്റെ നിർമ്മലമായ ജീവിതത്തെ മാത്രമല്ല, അച്ഛൻ്റെ ആത്മാഭിമാനം കൂടിയ വല്യമ്മയും പിങ്കിയും അപമാനിച്ചത്, ക്രൂരമായി നിന്ദിച്ചത്. ഞാനത് എങ്ങനെ സഹിക്കും അച്ഛാ, ഞാനൊന്നും പറഞ്ഞില്ല എങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല. അതിൻ്റെ പേരിൽ എന്നെയും രാധികാന്റിയെയും അവിടെ നിന്നും ഗൗതം സാർ പുറത്താക്കി. പിന്നെ അച്ഛന് തന്ന വാക്കിൻ്റെ പകുതി ഗൗതം സാറ് പിന്മാറി. സാർ അങ്ങനെ പറഞ്ഞതിൽ അച്ഛന് വേദനിച്ചോ? എൻ്റെ അച്ഛൻ യാചിച്ചു വാങ്ങിച്ചതല്ലേ ഇത്, അതെനിക്ക് വേണ്ട അച്ഛാ. ഗൗതം സാറിൻ്റെ സഹായമില്ലാതെ തന്നെ ഞാൻ, ആരെയും ആശ്രയിക്കാതെ തന്നെ ഞാൻ ഡോക്ടറാവും. അച്ഛൻ്റെ ആഗ്രഹം ഞാൻ സഫലമാക്കും അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ ഇങ്ങനെ കുറേ ഇരുന്ന് കരയും. ഗൗതം സാറ് ഞാൻ ആരുമില്ലാതെ വിഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് ശപിച്ചിട്ടാണ് എന്നെ അവിടുന്ന് ഇറക്കി വിട്ടത് അച്ഛാ. ആ ഗൗതം സാറിൻ്റെ മുന്നിലൂടെ തന്നെ ഞാൻ ടെലസ്കോപ്പും പിടിച്ചിട്ട് നടക്കും അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനത്തോടെ ഈ നന്ദ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ മുന്നിൽ ഇരുന്നിട്ടും പൊട്ടിക്കരയും നന്ദ. പിന്നീട് നന്ദ പറയും, ആ വാശി തഴച്ചു നിൽക്കുമ്പോഴും എന്തോ ഒന്ന് എൻ്റെ ഹൃദയത്തെ മുറിവേൽച്ച പോലെ, അടക്കാനാവാത്ത എന്തോ ഒരു ഭാരമുണ്ട് അച്ഛാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ രാധികാന്റി പറയും, എനിക്കറിയാം മോളെ, ഗൗതം സാറിൻ്റെ മനസ്സിലും നീയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴല്ലേ നിനക്കുള്ള ആ വിഷമം എന്നൊക്കെ പറയും. എന്നിട്ട് നന്ദ രാധികാന്റിയെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരുന്ന് കരയും.
പിന്നീട് കാണിക്കുന്നത് ഇന്നീവരത്തിൽ കമ്മീഷണർ വന്നിട്ടുണ്ടാവും. കമ്മീഷണർ ഓരോന്ന് പറയുന്നതിൻ്റെ ഇടയിൽ പിങ്കി വന്നിട്ട് ചായ കൊടുക്കും. അപ്പോൾ പിങ്കിയോട് പോലീസ് ചോദിക്കും, ഗൗതമിൻ്റെ ഭാര്യയാണല്ലേ എന്നൊക്കെ. അപ്പോൾ പിങ്കിക്ക് സന്തോഷം വരും. അപ്പോൾ അച്ഛൻ പറയും, അല്ല ഇത് മേജർ അർജുൻ്റെ പറയും. അപ്പോൾ പോലീസ് പറയും, ഓ സോറി പറയും. അപ്പോഴാണ് ഗൗതം അങ്ങോട്ടേക്ക് വരിക. ആ സാർ പറയും. അപ്പോൾ കമ്മീഷണർ പറയും, ഓ താനാകെ വട്ട് പിടിച്ചിരിക്കുകയാണല്ലേ, ഞാനിപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ട് വന്നതാണ്, എന്താണെന്നൊക്കെ ചിന്തിക്കുകയായിരിക്കില്ലേ. അപ്പോൾ ഗൗതം പറയും, സാറിനെ ഇന്നലെ കൂടി ഞാൻ കണ്ടതല്ല, അപ്പോൾ വരുന്ന കാര്യം മുന്നറിയിപ്പൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. ഞാൻ വന്നത് തനിക്കൊരു പ്രശ്നമുണ്ട്, തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, അത് നേരിട്ട് വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഓഫീസിൽ പറഞ്ഞാൽ ശരിയാവില്ല, പിന്നെ തൻ്റെ വൈഫിനോട് ഒഫീഷ്യലായിട്ടും പറയണം. തൻ്റെ ഭാര്യ എവിടെ? അളകനന്ദ എന്നല്ലേ പേര്, അളകനന്ദയെ വിളിക്കുന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, നന്ദ ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്, അപ്പോൾ അവിടെ അടുത്തന്നെ ഒരു വാടക വീട്ടിലാണ് താമസം എന്നൊക്കെ പറയും. അപ്പോൾ പോലീസ് പറയും, മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്തല്ലേ, ഇവിടുന്ന് പോകാവുന്ന ദൂരമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ കമ്മീഷണർ പറയും, അതിനർത്ഥം നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് എന്നല്ലേ? അതെനിക്കറിയാം, തൻ്റെ വൈഫാണ് തനിക്കെതിരെ പരാതി തന്നിരിക്കുന്നത്, അവളുടെ അച്ഛനെ കൊന്നതിന് കാരണം താനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കത്തയച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയും, കമ്മീഷണർ പറയും, താൻ അവളുടെ അച്ഛൻ വിരമിച്ചതാണ്, എന്നിട്ടും ബലമായിട്ട് ഒരു ദൗത്യം ഏറ്റെടുക്കാൻ കൊണ്ടുപോയി, അങ്ങനെയല്ല അവിടെ വെടിവെച്ച് കൊല്ലപ്പെട്ടത്, അതിന് പ്രധാന ഉത്തരവാദി താൻ തന്നെയാണ്, കാരണം അതാണ് പരാതിയിൽ ഉള്ളത് എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ വല്യമ്മ അയ്യോ പറയും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമാവും. എന്നിട്ട് പറയും, തിടുക്കത്തിൽ എന്തായാലും ഒരു അഭിപ്രായം എടുക്കണ്ട എന്നാ പറഞ്ഞത്, നേരിട്ട് നിങ്ങളെ കണ്ടിട്ട് ഒത്തുതീർപ്പാക്കാൻ. എന്തായാലും താനിപ്പോൾ ഒന്ന് ADGPയെ കാണണം. കമ്മീഷണറുടെ ഈ വാക്ക് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന ഗൗതത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.